അവിട്ട വിശേഷങ്ങളുമായി നമ്മളോടൊത്ത് ഇന്ന് കുറച്ച് സമയം ചെലവഴിക്കുവാനും ഒരു പാചക പരീക്ഷണമൊക്കെ നടത്തുവാനും ഇവിടെ എത്തിയിരിക്കുന്നത് സുന്ദരിയായിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. നമ്മൾ മലയാളികൾക്ക് ഏവർക്കും അറിയാം, മലയാളികളുടെ അഭിമാനമാണ്. തമിഴിലും അഭിനയ പ്രതിഭയായി വിളങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ പ്രിയങ്ക നായർ. ഹലോ ഹലോ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നതും തിരക്കുണ്ടല്ലേ? എങ്കിലും ഒരു 1-2 മണിക്കൂർ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയയുടെ ഒരു വണ്ടർഫുൾ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പായസം അല്ലേ? ഒരു പായസം. ഓക്കെ, അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഒരു ചെറിയൊരു ഓണത്തിന്റെ വക ഒരു സമ്മാനം, പ്രിയയുടെ വക ഒരു ഓണ സമ്മാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വേഗം തന്നെ കിടക്കാം. വൺസ് മോർ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും സ്റ്റൗവും ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് പ്രിയങ്കയുടെ കൈപുണ്യം എന്താണെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ ഓക്കെ. പ്രിയ പായസം ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് എക്സ്പേർട്ട് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പായസം ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്, കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു പായസം ഉണ്ടാക്കാം. അങ്ങനെ എക്സ്പേർട്ട് ഒന്നുമല്ല, ഒരു കുട്ടി എക്സ്പേർട്ട്. ഉരുളി. അപ്പൊ പായസത്തിന് ആദ്യം വേണ്ട എന്തൊക്കെ സംഭവങ്ങളാണെന്ന് പറയും. ആദ്യം വേണ്ട ഉരുളിയാണല്ലോ. എന്റെ ദൈവമേ, ഒരു ഉരുളി ഉണ്ട് നമുക്ക്. ഇരിക്കട്ടെ, സേഫ് ആയിട്ട് ഉരുളി വെച്ചു. വെക്കാൻ പോകുന്നത് പാലടയാണ്, പാലട പ്രഥമനാണ്. അപ്പൊ ഇപ്പൊ ഒത്തിരി ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വീട്ടില് ഉണ്ടാക്കുന്ന പാലടയാണ്. അപ്പൊ ഇതല്ലേ ഈ അരിയട എന്ന് പറയുന്ന സംഭവം? അരിയട നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കും. ഇത് ശരിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് പഞ്ചസാരയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് കിട്ടും. ഇത് അങ്ങനത്തെ അല്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് അല്ലാതെ അരിയട മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിനെ ശരിക്കും ഇതിലിട്ട് കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പൊ അമ്മ അതിനൊരു എളുപ്പ വഴി ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ അടയെ ശരിക്കും പെട്ടെന്ന് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അടയെ ആദ്യം പെട്ടെന്ന് കുക്കാവാൻ പാകത്തിന് ഒന്ന് റെഡിയാക്കി വെക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യും. എന്നിട്ട് അതിലോട്ട് ഈ അടയെ ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ചേക്കും. അപ്പോൾ അത് നന്നായിട്ട് വേവും. അപ്പോൾ അത് വെന്തതൊന്ന് നോക്കിയിട്ട് അതിനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിനെ ഇപ്പോൾ ടാപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് കഴുകിയെടുത്താലും ശരി, അല്ലെങ്കിൽ 2-3 വെള്ളത്തിൽ അതിനെ കഴുകിയെടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും, ആ സ്റ്റിക്കിനെസ് അങ്ങ് മാറും. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി നമ്മൾ വെക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസിലൊന്നെന്ന് പറയുമ്പോൾ പാലാണ്. പാലട. അപ്പൊ നമ്മള് പശുവും പാലാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ പശുവും പാല് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നെ അതിനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാംസ് നമ്മൾ ഒരു പാക്കറ്റിൽ കിട്ടും. 250 ഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഒരു 1 ലിറ്റർ 1.5 ലിറ്ററിന് അകത്ത് പാല് വേണ്ടി വരും. അപ്പൊ നമ്മളുടെ ഒരു കണ്ണളവാണ്. നമുക്ക് ഏകദേശം ഒരു എക്സ്പേർട്സ് വേർഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. കണ്ണളവ്, കയ്യളവ് എന്നൊക്കെ പറയുന്നത് വളരെ അതാണ്. ശരി, അടുത്തത് വേണ്ടത് നമ്മൾക്ക് മധുരമാണ്. ഇതിൽ പാലടയില് പഞ്ചസാരയാണ്. പാലട വെളുത്തല്ലേ ഇരിക്കുന്നത്. ശരിക്കും മധുരം എന്ന് പറയണത് അത് ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും. ചിലർക്ക് പായസം നല്ല മധുരത്തിൽ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു മീഡിയം മധുരമായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് ആ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്താൽ എന്താണ് ഇഷ്ടം? എനിക്ക് ഒരുപാട് മധുരം ആവരുത്, തീരെ കുറച്ചാവരുത്. അത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത്. മീഡിയം മധുരം, അതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ നെയ്യ് വേണം. പിന്നെ റൈസിൻസും കാഷ്യൂസും കാഷ്യൂനട്ട്സും ഓപ്ഷണലാണ്. പിന്നെ ഏലക്ക ആ ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട്. ശരി, ഇപ്പൊ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പാലടയുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഈ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഈ പാലട നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇത്തിരി നമുക്ക് ചൂട് കുറയ്ക്കാം. ഈ നെയ്യൊന്ന് ചൂടായില്ലേ, നെയ്യിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് അത് നെയ്യിൽ കിടന്നിട്ടൊന്ന് മെൽറ്റ് ആവും. ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ചൂടുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മളിപ്പം അട ഏകദേശം ഒരു 1/4 ഭാഗം ഇത് വെന്തിരിക്കുകയാണ്. ഈ അടയെ ശരിക്കും ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതിനിട്ടൊന്ന് വരട്ടിയെടുക്കാമെന്നാണ് പറയുന്നത് സാധാരണ.
ഒന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ നെയ്യും പഞ്ചസാരയും ചേർത്തിട്ടുള്ള ഈ ഒരു കോട്ടിങ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരുപാട് ഉടയത്തില്ല. നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഈ കുറച്ചിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പാലട പ്രഥമൻ തന്നെ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? എനിക്ക് പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം പാലടയാണ്. പക്ഷേ തിരുവനന്തപുരം സൈഡിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ്. ശർക്കര ചേർത്തിട്ടുള്ള അടയാണ്. പിന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? കോംപ്ലിക്കേറ്റഡ് അല്ല, അത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. എപ്പോഴും അട വെന്ത് വരാനാണ് ഏറ്റവും കൂടുതൽ സമയം. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കണം, ശർക്കര ഉരുക്കേണ്ടി വരും, തേങ്ങാപ്പാൽ എടുക്കണം. അത് മാത്രമാണ് കുറച്ച്. ഇതൊന്ന് സൂക്ഷിച്ചിളക്കണം, മടി പിടിക്കാതെ ഇളക്കിയിട്ട്. മടി പിടിക്കാതെ അടിയിൽ പിടിക്കാതെ ഇളക്കുക. ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമുക്ക് ഇത്തിരി കുറയ്ക്കാം, തീ ഒന്ന് കുറയ്ക്കാം. ഇപ്പൊ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി വന്നു. ഇനി നമുക്ക് അത് കുറച്ച് പതുക്കെ ഇതിലേക്ക് എടുത്തിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പിടിക്കുക. ഞാനിത് മെല്ലെ ഇടാം. മെല്ലെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആവശ്യത്തിന് മാത്രമേ മതിയാവും. ഇച്ചിരി കൂടെ മതി. പറഞ്ഞ പോലെ നമ്മുടെ പാലട നല്ല വെന്ത് ഉരുകി. അല്ല, ഇതിപ്പോ ആക്ച്വലി പാലൊഴിക്കേണ്ട പാകമായിട്ടുണ്ട്. ശരിക്കും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു നെയ്യും പഞ്ചസാരയും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്നും ഇതാണ്ട് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു. തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കുമോ ഞാൻ ഒഴിക്കുമ്പോഴത്തേക്ക്? ഓക്കെ, ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ചൊഴിക്കാം. ഇനി കൺസിസ്റ്റൻസി പോരെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചലച്ചിത്രത്തിലെ ഒരു നായിക എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാണാവുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട ചില കഥാപാത്രങ്ങളാണ് പ്രിയങ്കയ്ക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ല, ചെയ്ത മിക്ക ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ജലത്തിലെ സീതാലക്ഷ്മി ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു ശക്തമായൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഓക്കെ, ചില കഥാപാത്രങ്ങൾ പ്രിയ സ്ക്രീനിൽ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള ട്രെയ്റ്റ്സ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തികളെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയേക്കാന്ന് മാത്രമല്ല, അങ്ങനത്തെ പല ക്യാരക്ടേഴ്സ് അതേ ക്യാരക്ടേഴ്സിനൊന്നും ഇല്ല, സാരില്ല. എനിക്കിഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. അതുപോലുള്ള ക്യാരക്ടേഴ്സ് അതായത് ഡിറ്റോ ആ ക്യാരക്ടേഴ്സ് എന്നല്ല, ചില സാഹചര്യങ്ങൾ അതിൻ്റെ ഷെയ്ഡ്സ് തോന്നുന്ന ക്യാരക്ടേഴ്സ്, ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്, അങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. സ്വാഭാവികം. കഥയിൽ എഴുതുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും കണ്ടിട്ടുള്ളതും സമൂഹത്തിൽ നമ്മൾ കാണുന്നതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണല്ലോ. ഓർമ്മയുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓണം അടുപ്പിച്ച്, അതായത് അത്തമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഊഞ്ഞാലിടുന്നത്. അപ്പോൾ വീട്ടിലുള്ള മാവിലോ പ്ലാവിലോ ഒക്കെ ആയിരിക്കും ഊഞ്ഞാലിട്ടായിരുന്നത്. അപ്പോൾ കൂടുതലും ഈ ആടുന്നത്, അപ്പോൾ ട്യൂഷൻസ് ഒക്കെ ഏകദേശം ഓണത്തിനോട് അടുപ്പിച്ചൊക്കെയല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഊഞ്ഞാലാടാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ സന്ധ്യ കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ ആയിരിക്കും. ഈ ഓണം അടുപ്പിച്ച് ഇപ്പോൾ ഉത്രാടം പൂരാടം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പേരി ഉണ്ടാക്കും, വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രിപ്പറേഷൻസ്, ആ സമയത്താണ് ഈ മസാലകളെല്ലാം പൊടിച്ച് വെക്കുന്നതും കാര്യങ്ങളെല്ലാം, തിരക്കുകളെല്ലാം ഓണത്തിനേക്ക് അടുപ്പിച്ച് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റാവും. വീട്ടിൽ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റാവും. അപ്പം നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടും. പിള്ളേരെല്ലാവരും അത് മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ചുറ്റുവട്ടത്ത് എല്ലാ വീട്ടിലും ലൈറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ആരും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല, ആളും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴൊക്കെ അത് ഒരുപാട് മാറി കേട്ടോ. എങ്കിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമയത്ത് നിലാവർക്കൊക്കെ ഊഞ്ഞാലാടിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ ഒരു സുഖമുള്ള ഓർമ്മകളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ട്.
ആണല്ലേ. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ പിന്നീട് ഫിലിമിലൊക്കെ കുറേ അധികം തിരക്കുകളും ഒക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും ഓണത്തിന് വീട്ടിൽ വരാൻ പറ്റാതെ ഒരുപാട് പല ഓണങ്ങളിലും വീട്ടിൽ വരാൻ പറ്റാതെ ആയിട്ടുണ്ട്. പല ലൊക്കേഷൻസിൽ ഓണം ആഘോഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇതേ അറ്റയറിൽ പ്രിയേനെ ഇതിനു മുൻപ് അല്ലെങ്കിൽ ഈ ഒരു വർഷം നമ്മൾ കാണുന്നത് ഇതുപോലെ ചട്ടുകുമൊക്കെ കയ്യിൽ പിടിച്ച് ഇളക്കുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത്. എക്സാക്ട്ലി ആ സമയത്തുള്ള മിക്ക ന്യൂസ് പേപ്പേഴ്സിലും ഇപ്പോൾ വരുന്ന ഇപ്പോൾ പറയാം ഒരുപാട് ആളുകൾ പൊങ്കാലയ്ക്ക് വന്നിട്ട് ഇപ്പം എന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. ഏറ്റവും അധികം സ്ത്രീകൾ സംഗമിക്കുന്ന ഒരു ദിവസമാണ്. ഇഷ്ടമാണ് ആറ്റുകാലമ്മ. എനിക്ക് തോന്നുന്നു എൻ്റെ ചോറൂണ് എനിക്ക് പിന്നെ ചോറൂണ് അവിടെയായിരുന്നു. അപ്പം അവിടം തൊട്ട് തുടങ്ങിയൊരു ബന്ധമാണ്, സുദൃഢമായ ഒരു ബന്ധമാണ്. ആറ്റുകാലമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അമ്മ എന്നുള്ളൊരു എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് പറയും, സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറയുന്നു ഒരു മകളി എന്ന് പറയുന്ന അതേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും എനിക്ക് ആ ഒരു അതായത് കാണാത്ത ചില കാര്യങ്ങൾ എന്ന് പറയില്ല, നമുക്ക് ആ ഒരു സപ്പോർട്ട് ഒരു സ്നേഹമൊക്കെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ ആ അമ്പലത്തിന്റെ മുന്നിൽ അമ്മയെ നോക്കി നിൽക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. അതായിരിക്കും. ഇനി നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഓണമാണ്, ഓണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്ച്വലി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പ്രിയ ഒരു പാട്ട് പാടും എന്നുള്ളതാണ്. പായസം വെച്ചോണ്ട് പാട്ട് പാടണ്ട. എന്താ പറ്റിയോ? തുപ്പലൊന്നും തിരക്കില്ല, പ്രശ്നമില്ല. അങ്ങോട്ട് നോക്കി പാടിയോ? ഞാൻ ആക്ച്വലി പാടും, പക്ഷെ എന്താണെന്നറിയാമോ, ഇപ്പൊ ഇവിടെ നിന്നൊരു മത്സരം ആവണ്ട എന്ന് കരുതിയിട്ടാണ്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടാം. അത് ബോറാവും. സാരമില്ല. ഓക്കെ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഞാൻ എന്താണെന്നറിയാമോ അവസാനം മാത്രം ഇങ്ങനെ വന്നത് എന്നുവെച്ചാൽ പ്രിയക്ക് തോന്നരുത് പാടിയിട്ട് ഞാൻ കൂടുതലും മിടിക്കുകയായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. നന്നായിട്ട് പാടുന്നു എനിക്കറിയാം. ആണല്ലേ? എനിക്ക് പക്ഷെ പാടണമെങ്കിൽ ഞങ്ങൾ കോട്ടയത്തുള്ള നല്ല ക്രിസ്ത്യൻ പാട്ടുകളൊക്കെയാണ് പാടുന്നത്. ഓക്കെ, അതെന്തായാലും നമ്മൾക്ക് ഓണത്തിന് പാടാൻ പറ്റില്ല, ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ആ പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ പായസം ഇതിനെ നമ്മൾ അവഗണിച്ചതല്ല, പക്ഷെ എന്താ പറയാ, അങ്ങനെയല്ല. എന്റെ ആത്മാർത്ഥത നോക്കൂ, ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കൈ ഇളക്കല് നിർത്തിയിട്ടുണ്ടോ? എന്താല്ലേ, ഇതാണ് അമ്മ എപ്പോഴും പറയാം കാര്യം. പായസം ഇച്ചിരി കൂടെ ചെറുതിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പേയുള്ള ഓണത്തിനൊക്കെ പായസം ഉണ്ടാക്കാൻ നേരത്തെ പിടിച്ചവിടെ ഇരുത്തും. എന്തിനാണെന്നറിയോ? ചട്ടവും കയ്യിൽ തന്നിട്ട് ഇളക്കിക്കോ എന്ന് പറയും. അപ്പോൾ ഭയങ്കര താല്പര്യത്തിൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചട്ടവും വാങ്ങും. ഞാൻ വിചാരിക്കും ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇളക്കിയിട്ട് പോവാന്ന്. പക്ഷേ ഇളക്കല് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ശക്തിയും ആരോഗ്യവും പരീക്ഷിക്കുന്ന ഒരു മേഖല കൂടെയാണ് അല്ലേ? അതെ. പക്ഷെ അവസാനം ഡയലോഗ് അടിക്കും, അമ്മയല്ല പായസം ഉണ്ടാക്കിയത് ഞാനാണ്. പക്ഷെ ഇതല്ലാതെ പ്രിയക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പാചക വിധികൾ എന്തൊക്കെയാണ്, റെസിപ്പീസ്? പൊതുവെ എല്ലാം പരീക്ഷിക്കാറുണ്ട്. അതിലും സദ്യ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഉണ്ടാക്കാൻ കാര്യം എത്ര കൂട്ടം കറി ഉണ്ടാക്കും? അങ്ങനെയല്ല, എല്ലാം ഉണ്ടാക്കും. ഓണത്തിന്റെ എല്ലാ കറികളും ഉണ്ടാക്കാൻ അറിയാം. കറികളുടെ പേരൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. അവിയൽ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, തോരൻ, അച്ചാറ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കും. അമ്മ കായംകുളംകാരിയാണ്. അപ്പൊ അവിടുത്തെ ഒരു സദ്യവട്ടത്തിന്റെ രീതിയല്ല ശരിക്കും ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ രസം, മോര് മാറി മാറി വരും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പായസം, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ പലയിടത്തും ഈ പറഞ്ഞ പോലെ മാറുന്നതിന് ഇപ്പൊ ഞങ്ങൾ കോട്ടയത്തെ കാര്യം പറയുകയാണെങ്കിൽ
ഇപ്പം ഞങ്ങൾ കോട്ടയത്ത് ഇപ്പോൾ ഒരു സദ്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പച്ചടി, അച്ചാറ്, പപ്പടം, അവിയൽ, സാമ്പാർ, രസം, മോര്, ഇത്ര ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സദ്യ അത്രയും മതി. ആക്ച്വലി അത്രയും മതി. പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു എന്താ പറയാ, ഇലയിൽ വളരെ ഇലോബറേറ്റ് ആയിട്ട് എല്ലാ വിഭവങ്ങളും തന്നെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ഒരു സദ്യ തരാന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയായി. ബിരിയാണി ആണെങ്കിലോ? ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി പക്ഷേ അല്ല ഇഷ്ടമാണ്, ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്കൊരു ഭയങ്കര തൃപ്തി കിട്ടുന്നത് പായസവും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടിയുള്ള സദ്യ കഴിക്കുന്ന സദ്യ കിട്ടിക്കഴിഞ്ഞാൽ വിശാലായി. പായസം കണ്ട് ഇഷ്ടമായിട്ടുള്ള പ്രേക്ഷകരോടൊക്കെ ആയിട്ട് പറയാം, പായസത്തിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് അല്ലേ? നെയ്യുടെ, പഞ്ചസാരയുടെ. ഇനിയിപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ള സമയമായി. ശരിക്കും ഏലക്ക വാസനയ്ക്ക് വേണ്ടിയിട്ട്. ഏലക്ക ഇട്ടില്ലെങ്കിൽ പിന്നെ പായസം ആവില്ലല്ലോ. എത്രയെന്നും കൂടെ പറയൂ, നമ്പർ പറഞ്ഞോളൂ. ഒരു 3-4 ഏലക്ക ഇട്ടാൽ മതി. സാധാരണ പാലടയ്ക്ക് അങ്ങനെ റൈസിൻസോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ ഒന്നും കുറേ പേര് ചേർക്കാറില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ചേർക്കാം. എൻ്റെ അമ്മ ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. അത് സാധാരണ നമ്മൾ നെയ്യിൽ വറുത്തിടണ്ട, അല്ലാണ്ട് തന്നെ ഡയറക്റ്റ് കുറച്ചൊന്ന് വാങ്ങുന്നതിന് മുന്നേ അങ്ങിട്ടേക്കാം. അത് ചൂടല്ലേ, അപ്പം പിന്നെ കുറച്ച് മാത്രം, ഒരു കൈപ്പിടിയൊന്നും വേണ്ട. ഞാൻ സാധാരണ ഇടാറില്ല. പിന്നെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെന്താണെന്നറിയോ, ഇതിപ്പോൾ നമ്മൾ ഏകദേശം വാങ്ങാറായി. ഇനി ആ ചൂടിലിരുന്നിട്ട് ഇതൊന്ന് വേവുന്നതിൻ്റെ ഒരു സ്വാദുണ്ട്. അപ്പോൾ അതായത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു പച്ചപ്പ് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ചൊന്ന് വെന്തതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. ആ പായസത്തിൽ കിടക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഈ നെയ്യിൽ വറുത്തിടുന്നതിനെക്കാട്ടിലും ഇതിന് എനിക്കൊരു പ്രത്യേക സ്വാദ് തോന്നിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേരുമ്പോഴുള്ള. പിന്നെ അതല്ല, പായസത്തിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു അഴകാണ്. സാധാരണ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇലയിൽ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാടങ്ങ് ഓടിപ്പോരുത്. അത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ കട്ടിക്ക് കിടക്കണം. അതാണ് ശരിക്കും ആ ഒരു പായസത്തിൻ്റെ. അപ്പോൾ സാധാരണ ഇത് ഇരുന്ന് കുറുകുന്ന പായസമാണ്. ഈ അട പൊതുവെ ഇരുന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമായിട്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പായസം റെഡിയായി, ഭംഗിയായി വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് കൂടെ വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഒരു പാലട ഇപ്പോൾ പ്രിയയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രിപ്പറേഷൻ, അതായത് വീട്ടിൽ നിന്ന് കണ്ടു പഠിച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്തായാലും വീട്ടിൽ മുത്തശ്ശിയായിരിക്കും അല്ലേ? ഇത് അമ്മയുടെ നിന്ന് കണ്ടിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇതിന് ഇന്ന ഒരു സീക്രട്ടും കൂടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞോളൂ. വാഴയില നമ്മൾ വെട്ടിയിട്ട് ഇതിങ്ങനെ പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഓട്ടുരുളിയിൽ നമ്മളിങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് വാഴയില വെട്ടി അതിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ ആ വാഴയില വാടിയതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ആ ഉരുളിയുടെ ടേസ്റ്റ് അത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഓക്കെ. അപ്പം ഈ പായസത്തിൽ വലിയ ഗവേഷണം നടത്തുന്നവരാണ്. പ്രിയയുടെ അമ്മയുടെ പേര് പറഞ്ഞോളൂ. പൊന്നമ്മ. ഓക്കെ, പൊന്നമ്മ ആൻറ്റിക്കും. മുത്തശ്ശിയുടെ പേര് എന്താ? ദേവകി അമ്മൂമ്മയ്ക്കും ഒക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ടിപ്സാണ് ഇപ്പം പ്രിയ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തത്. പൊതുവെ പാചകത്തിൽ എൻ്റെ അമ്മ ഈ അടുത്ത സമയത്താണ് കേട്ടോ എനിക്ക് ഈ സീക്രട്സ് ഒക്കെ പറഞ്ഞു. സീക്രട്സ് എന്നല്ല, ഇതൊക്കെ കഴിച്ചിട്ട് കൊള്ളാമെന്നുള്ളൊരു അഭിപ്രായം. കാര്യം എൻ്റെ അമ്മയുടെ നിന്ന് പൊതുവെ എൻ്റെ അമ്മയുടെ നിന്ന് ഒരു നല്ല വാക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അമ്മ എല്ലാവരെ പറ്റിയിട്ട് നല്ല വാക്ക് നല്ല അഭിപ്രായമൊക്കെ പറയും. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്ക് കിട്ടാന്ന് പറയണത് കുട്ടി അതൊരു ഓസ്കാർ അവാർഡ് കിട്ടണതിന് തുല്യമാണ്. സീരിയസ്ലി. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്ര പ്രൊഫഷണൽസ് ആയിരിക്കും ഓരോരോ. അമ്മ എപ്പോഴും പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു കാര്യം നല്ലത് എന്ന് പറഞ്ഞാൽ അതോടെ വിടും. പക്ഷെ അത് വീണ്ടും ഇനി കുറച്ചുകൂടെ നന്നാവാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്യും. അത് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും അത് കേൾക്കില്ലോ. അങ്ങനെയൊക്കെയാണ് അവരൊക്കെ പറയാറ്. അപ്പോൾ നമ്മുടെ പായസം ഗംഭീരമായി റെഡിയായി കഴിഞ്ഞിരിക്കണം. കണ്ടാൽ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള തോന്നൽ അല്ലേ? കൂടുതലാണ്. സ്റ്റിൽ നമുക്ക് നോക്കാം. പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആണല്ലേ. സത്യം മാത്രം പറയാവുള്ളൂ. വായിലേക്ക് വെക്കുമ്പോഴേക്കും പേടിപ്പിക്കുകയാണ്, എന്നെ പുറകെ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പം നോക്കും.
കണ്ടാലേ അറിയാം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. കണ്ണടച്ചത് കൊള്ളില്ല, ഞാൻ കള്ളത്തരം അവിടെ പറയാമെന്ന് പറഞ്ഞിട്ടാണോ? അപ്പോൾ പ്രിയ ഉണ്ടാക്കിയ പായസം നല്ല അസലായിട്ടുണ്ട്. അതിലുള്ള മധുരം, അതിൻ്റെ ഒരു നെയ്യുടെ ഒരു അംശം, പിന്നെ ആ പാലട ഈ പറഞ്ഞ പോലെ കാരമലൈസ് ചെയ്ത് വന്നതിൻ്റെ ഒരു ടേസ്റ്റ്, ഇങ്ങനെയൊക്കെ ആയിട്ട് പായസം നല്ല ഗംഭീര പായസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണക്കാലം, ഈ ഒരു അവിട്ടം നാളിൽ ഇത്ര തിരക്ക് പിടിച്ച ഒരു ദിവസം നമ്മളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു. മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു വിഭവം ഉണ്ടാക്കി തന്നു. അത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കി. മാത്രമല്ല നമ്മൾക്ക് എല്ലാവരോടും കൂടി ഈ ഓണത്തിന് നല്ലൊരു ആഘോഷത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീൽ ഉണ്ടാക്കാൻ കുറച്ച് നല്ല ഓർമ്മകളും കുറച്ച് നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എത്തിയ പ്രിയയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയണം. ഒപ്പം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും ഓണത്തിനുള്ള നല്ലൊരു വിഷ് പറഞ്ഞോളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ഓണം നാളിൽ, ഈ ഒരു അവിട്ടം ദിനത്തിൽ എനിക്ക് കേരളീയ TV പ്രേക്ഷകരോടൊപ്പം കൂടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും ഇത്രയും കാലം എന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഇനിയും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു ഓണാശംസകൾ. ഓക്കെ, അപ്പം നമ്മുടെ കൈരളി കുടുംബത്തിലേക്ക് വന്ന് ഈ ഒരു ഓണനാൾ ഇത്രയും ദീപ്തവും ഇത്രയും ആഹ്ലാദഭരിതവും ഒക്കെ ആക്കിയ പ്രിയയ്ക്ക് ഒരിക്കൽ കൂടി താങ്ക്സ് പറയണം. അത് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് നല്ലൊരു ഓണക്കോടി കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രിയയ്ക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ഈ ഒരു വർഷം പ്രിയയ്ക്ക് എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് നേരുകയാണ്. മാത്രമല്ല അടുത്ത വർഷം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഓണരുചികളും ഒക്കെ ആയിട്ട് പ്രിയ എത്തും. അന്ന് ഇതുപോലെ കുഞ്ഞൊരു പായസത്തിലല്ല നമ്മൾ നിർത്തുന്നത്, ഗംഭീരമായിട്ടുള്ള ഒരു സദ്യ. എല്ലാവർക്കും വേണ്ടിയിട്ട് വലിയൊരു പായസം ഉണ്ടാക്കാം. ഓക്കെ, വലിയ പായസമല്ല, സദ്യ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, സദ്യ ഉണ്ടാക്കാം. അപ്പോൾ സദ്യയൊക്കെ കൂട്ടി വീണ്ടും അടുത്ത വർഷം എത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.